കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റമാണ് ഇന്നത്തെ റെസിപ്പി. ദാൽ പാലക് വട. പാലക് എൻ്റെ ചെറിയ കൃഷിയിൽ നിന്ന് വിളവെടുത്തതാണ്. ചനാദാൽ, ബംഗാൾ ഗ്രാം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കടലപ്പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4-5 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതിന് ശേഷമാണ് തയ്യാറാക്കുന്നത്. മറ്റ് ചേരുവകൾ ഉള്ളി, ഇഞ്ചി, മുളക്, പാലക്ക് ഇവയെല്ലാം ചെറുതായി അരിഞ്ഞതാണ്. 250 ഗ്രാമോളം ദാൽ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഉള്ളി ഒരു 3-4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത്രയും ആവശ്യമില്ലെങ്കിൽ ഓരോരുത്തർ ഇഷ്ടം പോലെ എടുത്താലും മതി. ഇഞ്ചി ഒരു പകുതി കഷ്ണവും മുളകും 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാവുന്നതാണ്. കുതിർത്ത് വെച്ച ദാൽ മിക്സിയിൽ ഒരു പ്രാവശ്യം ഞാനൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയേണ്ടതില്ല, ഒന്ന് ചെറുതായിട്ട് ക്രഷായിട്ട് കിട്ടിയാൽ മതി. ഈ കൂട്ടിലേക്ക് കടലമാവ് 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി ചേർത്തതിന് ശേഷം കയ്യിൽ വെച്ച് വടയാക്കാൻ ആ രൂപത്തിൽ കിട്ടുന്നുണ്ടോ നോക്കാം. പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനായില്ലെങ്കിൽ അത് കയ്യിൽ വെച്ച് നമ്മൾ പരത്തുമ്പോൾ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല, വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല. ഉള്ളി, ദാല് അരച്ചപ്പോൾ ഉണ്ടായ വെള്ളം ഇതെല്ലാം അത്യാവശ്യത്തിനുണ്ടായിരുന്നതിനാൽ വേറെ വെള്ളം ചേർക്കേണ്ടതായിട്ട് വന്നില്ല. പിന്നീട് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. വെള്ളമയം കൂടിയാലും കുറഞ്ഞാലും ബുദ്ധിമുട്ടാകും. ഇതുപോലെ ഷേപ്പിൽ കിട്ടില്ല. അതുകൊണ്ട് കറക്റ്റായിരിക്കണം വെള്ളത്തിൻ്റെ അംശം. കടലമാവും അരിപ്പൊടിയും ചേർക്കുന്നുള്ളതുകൊണ്ട് നമുക്കത് കയ്യിൽ വെച്ച് പരത്താൻ ആവശ്യത്തിന് ഒരു ഉറപ്പ് കിട്ടുകയും ചെയ്യും. പിന്നീട് തവ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് ഡീപ് ഫ്രൈയോ അല്ലെങ്കിൽ ഷാലോ ഫ്രൈയോ ചെയ്തെടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. അതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യം വരുന്നില്ല. മീഡിയം ഫ്ലെയിമിൽ വെന്ത് കിട്ടിയതിന് ശേഷം ഓരോ വശവും തിരിച്ചിടാം. ഹൈ ഫ്ലെയിം ഉപയോഗിക്കേണ്ടതില്ല. ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിം തന്നെ മതിയാവും. 2 വശവും വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അധികമുള്ള ഓയിലെല്ലാം വാർന്നു പോകാനായിട്ട് ടിഷ്യൂ പേപ്പറിൽ നമുക്ക് വയ്ക്കാം. ഉള്ളു നോക്കിയാൽ അറിയാൻ പറ്റും, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് പരത്തിയപ്പോൾ തന്നെ അധികം കട്ടിയില്ലാതെയാണ് പരത്തിയത്. അതുകൊണ്ട് ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനും എളുപ്പമാണ്. പ്രത്യേകിച്ച് ഷാലോ ഫ്രൈ ആയതിനാൽ ഈ രീതിയിൽ അധികം കട്ടിയില്ലാതെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് ദാൽ വട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ചൂടോടുകൂടി സെർവ് ചെയ്യാം.